തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ആമ്പലൂർ സൈനിക് സ്കൂളിനടുത്തായിട്ട് 3.25 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പുതിയ വീടാണ് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മെയിൻ റോഡിൽ നിന്നും 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നിന്ന് 200 മീറ്റർ മാറിയും ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ നിന്ന് 300 മീറ്റർ മാറിയുമാണ് ഈ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ട് 1.5 മാസം മാത്രമാണ് ആയിട്ടുള്ളത്. കിഴക്ക് ദർശനമാണ് ഈ വീടിന് വരുന്നത്. ഏകദേശം 9 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. മൊത്തം 3.25 സെൻറ്റ് വസ്തുവിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ലാൻഡ് ഏരിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഔട്ട്ഡോർ ടൈൽസ് ലേ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്റ്റീരിയർ ഡിസൈൻ വീടിന് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണി ഏരിയയിലെല്ലാം ഗ്ലാസ് കൊണ്ടുള്ള ഹാൻഡ് റെയിൽസ് നൽകിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ അവൈലബിൾ ആണ്. പൂർണ്ണമായും റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷനുള്ള ഒരു വീടാണിത്. ചുടുകല്ലാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിന് വെള്ളത്തിൻ്റെ പർപ്പസിനായിട്ട് കിണറാണ് നൽകിയിട്ടുള്ളത്. ത്രീ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഈ വീടിന് ലഭ്യമാണ്. RBK ബ്രാൻഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് മെഡൽ, ലെഗ്രാൻഡ് എന്നീ ബ്രാൻഡ്സ് ആണ്. മെയിൻ ഡോറിൽ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എത്തുന്ന ലിവിംഗ് ഏരിയയിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലിവിംഗ് സ്പേസിൽ തന്നെ നമുക്കൊരു TV യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. ഒരു വാൾ പാനൽ നൽകിയിട്ടുണ്ട്. ലൂവേഴ്സ് ആണ് അവിടെ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് കൗണ്ടറിൻ്റെ പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ലേഔട്ട് നോക്കുമ്പോൾ ഒരു ബെഡ്റൂം, കിച്ചൺ, ലിവിംഗ് ഏരിയ ആ ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ലേഔട്ട് വരുന്നത്. എല്ലാ ഡോറുകളും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
6:4 സൈസിൽ വരുന്ന കജാരിയ ടൈൽസ് ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതൊരു 3 BHK ഹൗസാണ്. 1750 സ്ക്വയർ ഫീറ്റ് 3 BHK ഹൗസാണിത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും, അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ലേഔട്ട് വരുന്നത്. ഒരു ബേസിക് ലേഔട്ട് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ആയിട്ടാണ് വരുന്നത്. മൂന്ന് ബെഡ്റൂമുകളുടെയും ലോഫ്റ്റ് ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലുമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ച് ലോഫ്റ്റ് ഏരിയ ഡോഴ്സ് ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജസ് ഉള്ള വാൾ ക്യാബിനറ്റ്സും നൽകിയിട്ടുണ്ട്. അവിടെയും സെയിം മെറ്റീരിയൽ, അതായത് അലുമിനിയം UV ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലംബിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സുപ്രീം എന്ന് പറയുന്ന ബ്രാൻഡാണ്. സാനിറ്ററി ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സെറ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഈ വീടിൻ്റെ കിച്ചൺ ഫർണിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയം മെറ്റീരിയലാണ്. സ്ലാബ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്ന അലുമിനിയവും UV ഷീറ്റും ഉപയോഗിച്ചാണ്. സ്റ്റീലും ടീക്കുഡും ഫിനിഷ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഈ വീടിൻ്റെ ഹാൻഡ് റെയിൽസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലിവിങ് ഏരിയ വരുന്നുണ്ട്, 2 ബെഡ്റൂം വരുന്നുണ്ട്, പിന്നെ ഒരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ലിവിങ് ഏരിയയും ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ബെഡ്റൂംസിൽ ലോഫ്റ്റ് ഏരിയ മാത്രമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം ബാൽക്കണിയോട് കൂടി വരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ജോട്ടൺ എന്ന് പറയുന്ന ബ്രാൻഡാണ് വീടിൻ്റെ പെയിൻറ്റിങ്ങിനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിന് ഫർണിച്ചേഴ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഒരു സെമി ഫർണിഷ്ഡ് വീട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ ബെഡ്റൂംസിലും AC പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. മൊത്തത്തിൽ 3 AC പോയിൻറ്റ്സ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ടെറസ് ഏരിയ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ കേസിൻ്റെ പ്രൊവിഷൻ നൽകിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ലിവിംഗ് ഏരിയയുടെ എക്സിറ്റ് ഡോർ വഴിയാണ്. ലിവിംഗ് ഏരിയ എന്നുള്ള എക്സിറ്റ് ഡോർ വഴിയാണ് ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ കേസിൻ്റെ പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ലിറ്റർ വാട്ടർ കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്കാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിലെ ലാൻഡ് വാല്യൂ വരുന്നത് സെൻറ്റിന് ഏകദേശം 9 ലക്ഷം രൂപ എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു 1750 സ്ക്വയർ ഫീറ്റിൽ വരുന്ന പുതിയ വീടിന് ഓണർ ചോദിക്കുന്ന വില 79 ലക്ഷം രൂപയാണ്. 79 lakhs റുപ്പീസാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ ഒരു വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന
ഡയറക്റ്റ് ഓണറുടെ കോൺടാക്റ്റ് നമ്പറിൽ നേരിട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും.